ജ്ഞാനം. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങളിലൊന്നായ ജ്ഞാനമാണ് ഇന്നത്തെ വിഷയം. പെന്തക്കോസ്ത് തിരുനാളിനായി അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവദാനമായ ജ്ഞാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ജ്ഞാനിയായ വ്യക്തിയായിരുന്ന സോളമൻ. ഒരിക്കൽ രാത്രിയിൽ കർത്താവ് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. 1 രാജാക്കന്മാർ 3:9 സോളമൻ ഇപ്രകാരം പറയുന്നു: ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങ് ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. തുടർന്ന് 12-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു: നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ദീർഘായുസിനേക്കാളും സമ്പത്തിനേക്കാളും ഒക്കെ അപ്പുറത്ത് ഒരു രാജാവിന് വേണ്ട ജ്ഞാനത്തിനായി പ്രാർത്ഥിച്ച സോളമൻ കർത്തൃസന്നിധിയിൽ സ്വീകാര്യനായി. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ഈ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ അമൂല്യനിധിയായ ജ്ഞാനത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങ് മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോട് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. ആമേൻ.